നമ്മളിന്ന് ജീവിക്കുന്നത് 2026 നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മളിപ്പോൾ ഉള്ളത് വെറും 1729 നമ്മുടെ ചരിത്രരേഖകളിൽ നിന്നും ഏകദേശം 300 വർഷങ്ങൾ ആരോ മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഫാൻറ്റം ടൈം ഹൈപ്പോത്തസിസ്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗൂഢാലോചനകളിൽ ഒന്ന്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ചരിത്രരേഖകളിൽ കാണുന്ന ഏകദേശം 297 വർഷങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണെന്നും ആരോ മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു മായ കാലഘട്ടമാണെന്നുള്ള ഒരു അനുമാനമാണ് ഫാൻറ്റം ടൈം ഹൈപ്പോത്തസിസ്. അതായത് AD 614 മുതൽ 911 വരെയുള്ള കാലഘട്ടം. ജർമ്മൻ പ്രസാധകനും അമേച്ചർ ചരിത്രകാരനുമായ ഹെറിബർട്ട് ഇല്ലിഗിന്റെ ചിന്തയിൽ വിരിഞ്ഞ ആശയമാണിത്. 1996 അദ്ദേഹം പുറത്തിറക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാലഗണന തട്ടിപ്പ് എന്ന വിവാദ പുസ്തകത്തിലൂടെയാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്. BC 45 ജൂലിയസ് സീസർ നടപ്പിലാക്കിയ ജൂലിയൻ കലണ്ടറും AD 1582 പോപ്പ് ഗ്രിഗറി 13 അവതരിപ്പിച്ച ഗ്രിഗോറിയൻ കലണ്ടർ, അതായത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന കലണ്ടർ, അത് തമ്മിൽ ഇല്ലെങ്കിൽ താരതമ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഏകദേശം 297 വർഷങ്ങളുടെ കുറവ് ഇതിൽ കാണുന്നുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇല്ലിഗിന്റെ വാദങ്ങൾ അവിടെയും തീരുന്നില്ല. AD 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പോപ്പ് സിൽവസ്റ്റർ രണ്ടാമനും വിശുദ്ധ റോമൻ ചക്രവർത്തിയായിരുന്ന ഒട്ടോമൻ മൂന്നാമനും ചേർന്ന് മെനഞ്ഞ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ വർഷങ്ങൾ രഹസ്യമായി കൂട്ടിച്ചേർത്തതാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ജൂലിയൻ കലണ്ടറിൽ ഒരു വർഷം എന്നാൽ 365.25 ദിവസമാണ്. പക്ഷേ യഥാർത്ഥ സൗരവർഷം, അതായത് ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം, ഇതിനേക്കാൾ 11 മിനിറ്റ് കുറവാണ്. ഈ ചെറിയ വ്യത്യാസം കാരണം ഓരോ 128 വർഷം കൂടുമ്പോഴും കലണ്ടറിൽ ഒരു ദിവസം കൂടുതൽ വരും. തെറ്റിദ്ധരുത്താൻ വേണ്ടിയാണ് പോപ്പ് ഗ്രിഗറി ഈ കലണ്ടർ മാറ്റം കൊണ്ടുവന്നത്. എന്നാൽ പഴയ കലണ്ടറിലെ തെറ്റിദ്ധരുത്താനായി 1582 ഒക്ടോബർ മാസത്തിൽ നിന്നും 10 ദിവസങ്ങൾ അദ്ദേഹം വെട്ടിമാറ്റി. ഒക്ടോബർ 4 കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒക്ടോബർ 15 ആയിരുന്നു. ഈ 10 ദിവസത്തെ മാറ്റത്തിന് പകരം 13 ദിവസത്തെ മാറ്റം വേണ്ടതായിരുന്നു. എന്നാൽ ഫാൻറ്റം ടൈം വാദിക്കുന്നവർ പറയുന്നത് ആ 3 ദിവസത്തെ വ്യത്യാസമാണ് 297 വർഷങ്ങളുടെ കുറവായി അവർ കാണിക്കുന്നത്. ചരിത്രത്തിൽ 5-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ ഇരുണ്ട യുഗം എന്ന് വിളിക്കാറുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ വലിയ കെട്ടിടങ്ങളോ പുതിയ കണ്ടുപിടുത്തങ്ങളോ സാഹിത്യകൃതികളോ യൂറോപ്പിൽ ഉണ്ടായിട്ടില്ല. ഈ ശൂന്യത ചൂണ്ടിക്കാട്ടിയാണ് സിദ്ധാന്തക്കാർ പറയുന്നത് രേഖകളില്ലാത്തതല്ല, മറിച്ച് ആ കാലം തന്നെ ഇല്ലായിരുന്നു എന്ന്. എന്നാൽ മധ്യകാലഘട്ടം ഒരു കണ്ടുപിടുത്തമാണെന്ന് പറയുന്ന ഏക എഴുത്തുകാരൻ ഇല്ലിങ് മാത്രമല്ല. ഇല്ലിങ്ങിന്റെ യൂറോപ്യൻ കേന്ദ്രീകൃതമായ വാദത്തോടൊപ്പം റഷ്യൻ കേന്ദ്രീകൃതമായ മറ്റൊരു വാദവുമുണ്ട്. മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക് പ്രൊഫസറായ അനറ്റോലി ഫൊമെൻകോയുടെ അഭിപ്രായത്തിൽ പുരാതന ഗ്രീസ്, റോം, ചൈന, ഈജിപ്ത് തുടങ്ങിയ സംസ്കാരങ്ങളെല്ലാം യഥാർത്ഥത്തിൽ മധ്യകാലഘട്ടത്തിലാണ് നിലനിന്നിരുന്നതെന്നും AD 800 ശേഷമാണ് നാഗരികതകൾ ആരംഭിച്ചതെന്നും അദ്ദേഹം വാദിക്കും. അതേസമയം ഈ ഫാൻറ്റം ടൈം ഹൈപ്പോത്തസിസിനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് തകർന്നടിയും. ആദ്യകാല മധ്യകാലഘട്ടത്തിലെ യഥാർത്ഥ കയ്യെഴുത്ത് പ്രതികൾ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ കുറവാണെങ്കിലും ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള രേഖകളും പുരാവസ്തുക്കളും ഈ കാണാതായ നൂറ്റാണ്ടുകൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നതിന് ശക്തമായ തെളിവുകൾ നൽകുന്നുണ്ട്. പ്രകൃതിയിലും ഈ കാണാതായ നൂറ്റാണ്ടുകളിലെ തെളിവുകളുണ്ട്. മരങ്ങളുടെ വളർച്ചാ വളയങ്ങൾ സമയത്തിന്റെ കടന്നുപോക്കിനെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒന്നാണ്. കൂടാതെ പുരാതന മധ്യകാല രേഖകളിൽ വിവരിക്കുന്ന സൂര്യഗ്രഹണം പോലുള്ള ജ്യോതിശാസ്ത്ര സംഭവങ്ങൾ അവ നിരീക്ഷിച്ചാലും ഈ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് തരുന്നുണ്ട്. എന്നാൽ മിക്ക നുണകളെ പോലെയും ഫാൻറ്റം ടൈം ഹൈപ്പോത്തസിസിലും സത്യത്തിന്റെ ചെറിയൊരു അംശമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഉദാഹരണത്തിന് ആദ്യകാല മധ്യകാല കയ്യെഴുത്ത് പ്രതികളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു പോയ യഥാർത്ഥ രേഖകളുടെ പകർപ്പുകളാണ്. ഇത് അവയിലെ ചില വിശദാംശങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നു. യൂറോപ്യൻ കലണ്ടറുകൾ പലതവണ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടെന്നതും സത്യമാണ്. ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ മതപരമായ അവധി ദിവസങ്ങൾക്കായി കൃത്യമായ തീയതികൾ കണ്ടെത്താൻ ഗണിതശാസ്ത്രത്തിൽ താല്പര്യമുള്ള പല സന്യാസിമാരും കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. ഒടുവിൽ ചരിത്രത്തിന്റെ വലിയൊരു ഭാഗം, പ്രത്യേകിച്ച് പുരാതന മധ്യകാല ചരിത്രം, വിജയികളാൽ എഴുതപ്പെട്ടതാണെന്നതും വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കലണ്ടറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ചരിത്രരേഖകളെയും സംശയത്തോടെയും സൂക്ഷ്മമായും വേണം പഠിക്കാൻ. ഗൗരവകരമായ ഗവേഷണം എന്ന വ്യാജേന അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് ഫാൻറ്റം ടൈം ഹൈപ്പോത്തസിസ്. ആധുനിക പൂർവ്വ കാലഘട്ടത്തിൽ മനുഷ്യന് ഒരു ദിവസമോ മാസമോ വർഷമോ വെറുതെ മറന്നുപോകാൻ സാധിക്കുമായിരുന്നു എന്നുള്ള രസകരമായ പല ചോദ്യങ്ങളും ഇത് ഉയർത്തുന്നുണ്ടെങ്കിലും അധികാരികൾ ജനങ്ങളെ വഞ്ചിച്ച് യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ഭ്രാന്തൻ ചിന്തയിലേക്കാണ് ഈ സിദ്ധാന്തം നീങ്ങുന്നത്. യുക്തിക്ക് നിരക്കാത്തതാണെങ്കിലും ഈ സിദ്ധാന്തത്തെ പൂർണ്ണമായി നിഷേധിക്കുക പ്രയാസകരമാണ്. കാരണം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ യുക്തിയേക്കാൾ ഉപരി വികാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വസ്തുതകൾ ഉപയോഗിച്ച് ഈ വിശ്വാസത്തെ മാറ്റാൻ കഴിയില്ല. കാരണം ഇത് അധികാര കേന്ദ്രങ്ങളോടുള്ള ആഴത്തിലുള്ള അവിശ്വാസത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്.